ആധുനികമായ സ്ത്രീകളെ നിർവഹിച്ചു കൊടുക്കുമ്പോ, ആരാണൊരു പെണ്ണ് എവിടേക്ക് വളരണമെന്ന് പഠിപ്പിച്ചു കൊടുക്കുമ്പോ, അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ധാരാളം സ്ത്രീകളെ പരിചയപ്പെടുത്തുന്നുണ്ട്. ഒരാളെ മാത്രമല്ല, ജീവിതത്തിന്റെ പരീക്ഷണങ്ങളുടെ കനൽപദങ്ങളെ അതിജീവിച്ചുകൊണ്ട് ലോകത്തിന്റെ ഏറ്റവും വലിയ ഏകാധിപതിയായ ഫറോവയുടെ ഭാര്യാപദം അലങ്കരിക്കുമ്പോഴും മരണസമയത്ത് അല്ലാഹുവിന്റെ വിശുദ്ധമായ സ്വർഗ്ഗം കണ്ട് വിട പറഞ്ഞു പോയ ഇംറഅത്ത് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പരിചയപ്പെടുത്തിയ ശക്തമായ സ്ത്രീ കഥാപാത്രമാ. അതോടൊപ്പം തന്നെ അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞ ആകാശലോകത്തുനിന്ന് ദിവ്യബോധനത്തിന്റെ വെളിപാടുമായി കടന്നു വന്ന നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ പരിരംഭണം ചെയ്ത് കിടന്നുറങ്ങിയ, അല്ലാഹുവിന്റെ വിശുദ്ധമായ തൗഹീദിന്റെ മന്ത്രത്തിന്റെ പ്രബോധനത്തിനിറങ്ങിയ പ്രവാചകന്മാരുടെ ഭാര്യാപദം അലങ്കരിച്ചിട്ടും ആ പ്രവാചകത്വത്തിന്റെ റിസാലത്തിന്റെ ഭവനത്തിൽ നിന്ന് അശ്ലീലതയുടെ നാടുകളിലേക്ക് ഇറങ്ങിപ്പോയ ഏറ്റവും വലിയ അനാവശ്യത്തിന്റെ പ്രതീകമായി അല്ലാഹു പരിചയപ്പെടുത്തിയ കഥാപാത്രങ്ങളാണ് ഇംറഅത്തു നൂഹിന് വംറഅത്തു ലൂത്ത് നബിയുടെയും ലൂത്ത് നബിയുടെയും ഭാര്യ. തന്റെ ജീവിതത്തിന്റെ ഒരു ആധുനിക ലോകത്തിന്റെ സ്ത്രീയുടെ കഥാപാത്രം പറയുമ്പോ ആധുനിക സ്ത്രീയുടെ എല്ലാ വികാരങ്ങളെയും വിചാരങ്ങളെയും ലോകത്തിന്റെ മുമ്പിൽ പറഞ്ഞു കൊടുക്കാൻ സുന്ദരനായ ചെറുപ്പക്കാരൻ തന്റെ കരവലയത്തിൽ ഒരുങ്ങാൻ കഴിയുന്ന രീതിയിൽ കാമദാഹം തീർക്കാൻ സുന്ദരനായ ചെറുപ്പക്കാരനെ സമീപിച്ചിട്ട് കടിയാട് വരുമ്പോ സ്ത്രീയുടെ കുതന്ത്രത്തിന്റെ വലയിലൂടെ ആ ചെറുപ്പക്കാരനെ ജയിലറയിലെത്തിച്ച കുതന്ത്രങ്ങളുടെ രാജകുമാരി എന്ന് ഖുർആൻ പരിചയപ്പെടുത്തിയ കാലത്ത് ഇംറഅത്തു അസീസ് തുറാദിദു ഫതഹാ നഫ്സുഹു ഖദ് ശഗഫഹാ ഹുബ്ബാ. ആധുനിക ലോകത്തിന് അടയാളം പോലെ സുന്ദരനായ ചെറുപ്പക്കാരന്റെ പുറകെ മോഹിച്ചു നടന്ന ഇംറഅത്തുൽ അസീസ് അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു തരുന്ന സ്ത്രീ കഥാപാത്രമാ. അതോടൊപ്പം തന്നെ ജീവിതത്തിന്റെ തെളിമയാന വ്യക്തിത്വത്തിലൂടെ നടന്നുപോയി ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യാപദം അലങ്കരിച്ചിട്ട് പോലും അപവാദത്തിന്റെ കൂരമ്പുകളേറ്റ് ഹൃദയം പടയുമ്പോ ആകാശത്തിലേക്ക് കൈകളിയെത്തിയിട്ട് പടച്ചറപ്പിന്റെ മുമ്പിൽ പൊട്ടിക്കരഞ്ഞിട്ട് ആകാശലോകത്ത് നിന്ന് അല്ലാഹുവിന്റെ ഖുർആനിന്റെ ആയത്തുകൾ കൊണ്ട് നിരപരാധിത്വം തെളിയിച്ചു കൊടുത്ത ബഹുമാനപ്പെട്ട ഹസ്രത്ത് ആയിഷ റളിയല്ലാഹു തആല അൻഹാ. ഇങ്ങനെ എത്രയെത്ര സ്ത്രീ കഥാപാത്രങ്ങളെയാണ് ഖുർആൻ അവതരിപ്പിച്ചതെന്നത്. അവതരിപ്പിച്ചെന്ന വ്യത്യസ്തമായ ഭാവങ്ങളോടും വ്യത്യസ്തമായ കാലാവസ്ഥകളോടും വ്യത്യസ്തമായ അന്തരീക്ഷങ്ങളോടും പടവെട്ടിയിട്ട് അല്ലാഹുവിന്റെ മുമ്പ് അത്യുന്നതമായ സ്വർഗ്ഗകരഗതമാക്കിയ തരുണീമണികളെ കുറിച്ച് പറഞ്ഞു തരുമ്പോ അക്കൂട്ടത്തിൽ അല്ലാഹു പരിചയപ്പെടുത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിത്വമാണ് അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞൊരു വ്യക്തിത്വമാണ് മഹദിയായ മറിയം റളിയല്ലാഹു തആല അൻഹാ. ആരാ മറിയം എന്നറിയോ പെങ്ങള്? ഈ കണ്ണന്തരയിൽ അൽഹിദായ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ 2ാം വാർഷികത്തിന്റെ സമാപന ദിവസം പാരാവാരം പോലെ പാൽക്കടൽ പോലെ പറന്നൊടുകുന്ന ഈ നിലാവെളിച്ചത്തിൽ കിടന്നു വന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരിയോട് ഞാൻ പറയാ, ആരാ മറിയം എന്നറിയോ? ആ മറിയം ഒരു സാധാരണക്കാരി, നിന്നെ പോലെ കൗമാരക്കാരി പ്രാപിപ്പെന്ന ആ മറിയമിന് അല്ലാഹു കൊടുത്ത അനുഗ്രഹത്തെ കുറിച്ച് ഖുർആൻ പറയുമ്പോ ബൈത്തുൽ മുഖദ്ദസിന്റെ മറുഭാഗത്തുള്ളൊരു കൊച്ചു റൂമിൽ അല്ലാഹുവിന്റെ മുമ്പിൽ കൈകെട്ടി നിസ്കരിക്കുമ്പോ മറിയം നിസ്കരിക്കുന്നത് കാണാൻ വന്നതാരാ? അത് നിസ്സാരക്കാരല്ല. ആകാശലോകത്ത് നിന്ന് 10,000കണക്കിന് മലക്കുകൾ ഇറങ്ങി വന്ന് വീടിന്റെ ഉള്ളിലിരുന്ന് കൈകെട്ടി നിസ്കരിക്കുന്ന മറിയമിനോട് പറയാണ്, മറിയമേ, ഇത് ഞാൻ പറയുന്നതല്ല, ഇത് കബീർ ബാക്കവിയുടെ പ്രകടനപരതയല്ല. അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, ഇത് കാലത്തിൽ മലായികത്തു യാ മറിയം ഇന്നല്ലാഹ അസ്തഫാകി വതഹറകി അസ്തഫാകി അലാ നിസാഇൽ ആലമീൻ. തന്റെ മുമ്പിൽ അല്ലാഹുവിന്റെ മുമ്പിൽ ഏകനായ പടച്ചറപ്പിന്റെ മുമ്പിൽ കൈകെട്ടി നിസ്കരിക്കുകയാ. പറ്റൂപങ്ങളെ നമ്മളൊക്കെ റബ്ബിന്റെ മുമ്പിൽ നിസ്കരിക്കാറില്ലേ? രാത്രിയിൽ നിസ്കരിക്കാറുണ്ട്, പകയിൽ നിസ്കരിക്കാറുണ്ട്, സുന്നത്ത് നിസ്കരിക്കാറുണ്ട്, ഫർള് നിസ്കരിക്കാറുണ്ട്. നമ്മുടെ നിസ്കാരം അല്ലാഹുവിന്റെ മുമ്പിൽ സ്വീകരിക്കപ്പെട്ടോ എന്ന് നമുക്ക് ഉറപ്പില്ലല്ലോ. പക്ഷേ നിന്നെ പോലെ വികാരമുള്ള ആഡംബരം അറിയുന്ന ആഗ്രഹങ്ങളുണ്ടായിരുന്ന അഭിലാഷങ്ങളുണ്ടായിരുന്ന മറിയം
നിസ്കരിക്കുമ്പോ മലക്കുകൾ കൂട്ടമായിട്ട് വന്ന് പറയാ, മറിയമേ ഇന്നല്ലാഹ അസ്തഫാകി, ഏകനായ അല്ലാഹു നിന്നെ തെരഞ്ഞെടുത്തു മറിയമേ. അല്ലാഹു ലോകത്തുള്ള സ്ത്രീകൾക്ക് മോഡലായി മാതൃകയായി നിന്നെ തെരഞ്ഞെടുത്തു മറിയമേ. വസ്തഫാകി വതഹറകി, അല്ലാഹു നിന്നെ പരിശുദ്ധയാക്കി മറിയമേ. അതുകൊണ്ടാണ് പലരും പരിശുദ്ധ മറിയമെന്ന് പറയുന്നത്. മറിയം പരിശുദ്ധയാവാൻ കാരണമെന്താ? മറിയം പരിശുദ്ധയാവാനുള്ള ഒരേ ഒരു കാരണം എന്റെ പ്രിയപ്പെട്ട പെങ്ങളോട് ആധുനിക സ്ത്രീയുടെ ആദർശം പറയുമ്പോ, പെങ്ങളെ പരിശുദ്ധി വേണം, പെങ്ങളെ ശുദ്ധി വേണം, നിന്റെ ശരീരത്തിന് ശുദ്ധി വേണം, ഹൃദയത്തിന് ശുദ്ധി വേണം. വല്ലാഹു യുഹിബ്ബുൽ മുത്തഖിരീൻ, ശുദ്ധിയുള്ളവരെ പടച്ചിറപ്പിന് ഇഷ്ടപ്പെടുകയുള്ളൂ. പെങ്ങളെ നിന്റെ ശരീരത്തെ അശുദ്ധമാക്കരുത്, നിന്റെ ഹൃദയത്തെ അശുദ്ധമാക്കരുത് എന്ന് പറഞ്ഞാൽ അത് ഫെയർ ആൻഡ് ലവ്ലിയുടെ ക്രീമിന്റെ ഗുണമല്ല, അത് പൗഡറിന്റെ നറുമണമല്ല. നിന്റെ ഹൃദയത്തിനൊരു നറുമണമുണ്ട്, നിന്റെ ശരീരത്തിനൊരു നറുമണമുണ്ട്. ആ നറുമണമേതെന്നറിയോ? മറിയമിന് അല്ലാഹു കൊടുത്ത പരിശുദ്ധിയുണ്ടല്ലോ. വതഹറകി മറിയമേ, അല്ലാഹു നിന്നെ പരിശുദ്ധയാക്കി മറിയമേ എന്ന് അല്ലാഹു നിന്നെ മലക്കുകളിൽ നിന്ന് വിളിച്ചു പറയുകയാ. അങ്ങനെ മറിയം പരിശുദ്ധയാവാനുള്ള കാരണം എന്തെന്നറിയോ? എന്നെ കേൾക്കാനെത്തിയ പ്രിയപ്പെട്ട കൗമാരക്കാരോട്, യുവതികളോട്, യുവാക്കളോട്, എന്തിനാ പടച്ചറപ്പിന്റെ തൃപ്തിയെ മാത്രം ആഗ്രഹിച്ചിട്ട് നാളെ ഈ പ്രസംഗം ചിലപ്പോൾ വിവാദമാകാം, വിമർശനമാവാം. അതൊന്നും എന്റെ ഒരു പ്രശ്നമല്ല. മറിയമിന്റെ പരിശുദ്ധിയേതാ അതറിയണമെങ്കിൽ നിങ്ങളെ ഞാൻ ഖുർആനിലേക്ക് മാടി വിളിക്കുകയാ. ഖുർആനിലൂടെ നമുക്ക് സഞ്ചരിച്ചു നോക്കാം. അല്ലാഹുവിന്റെ ഖുർആൻ സൂറത്ത് മറിയമിന്റെ അധ്യായമുണ്ട്. അല്ലാഹു പറയാ, വദ്കുറു ഫിൽ കിതാബി മറിയം ഇദ്ന തബദതു മിൻ അഹ്ലിഹാ മകാനൻ ശർഖിയാ. വദ്കുറു ഫിൽ കിതാബി മറിയം, മറിയമിനെ കുറിച്ച് നിങ്ങൾക്ക് പരിചയമുണ്ടോ? ആരാ മറിയമാരാ? ഇദ്ന തബദതു മിൻ അഹ്ലിഹാ മകാനൻ ശർഖിയാ. ഒരു ദിവസം കുളിക്കാൻ വേണ്ടി വിജനമായ മരുഭൂമിയിൽ കൗമാരക്കാരിയായ മറിയം നടന്നുപോയ സമയമോർക്ക് തിരുദൂതരെ. ആരാണ് മറിയമാരാ? എന്റെ ഖുർആൻ പറയാ, ഫതമസ്സല ലഹാ ബശറൻ സവിയാ. ഇവിടെയാണ് ഒരു പെണ്ണിന്റെ തഖ്വയെ നാം തിരിച്ചറിയേണ്ടത്. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, ആ സമയത്ത് ആ ചെറുപ്പക്കാരനെ കണ്ടപ്പോ വേവലാതിയോടെ, വിഹുലതയോടെ, വിഭ്രാന്തിയോടെ മറിയം റളിയല്ലാഹു തആല പറഞ്ഞു, പത്രേ അല്ലാഹുവേ, കാലത്ത് ഇന്നി അഊദു ബിർറഹ്മാനി മിൻക ഇൻ കുൻത തഖിയാ. മഹദിയായ മറിയം റളിയല്ലാഹു തആല അൻഹാ താൻ കുളിക്കുന്നതിന് മുൻഭാഗത്തൊരു ചെറുപ്പക്കാരനെ കണ്ടപ്പോ ആ സമയത്ത് മറിയം ബീവി പറഞ്ഞ മറുപടി, ഇന്നി അഊദു ബിർറഹ്മാൻ, ഏകനായ അല്ലാഹുവിൽ നിന്ന് ഞാൻ കാവലിനെ തേടുകയാ. ഒരു പരപുരുഷനായ ചെറുപ്പക്കാരന്റെ കുളിസ്ഥലത്തിന് മുമ്പിലോ എനിക്കെന്റെ റബ്ബിനെ പേടിയാ, എനിക്കെന്റെ അല്ലാഹുവിനെ പേടിയാ. ചെറുപ്പക്കാരാ, ഇനി കുന്ത തഖിയാ, നീ തഖ്വയുള്ളവനാണെങ്കിൽ, അല്ലാഹുവിനെ പേടിയുള്ളവനാണെങ്കിൽ നീ കുളിസ്ഥലത്ത് നിന്ന് മാറി നിൽക്കണേ. ഞാൻ ഈ ആയത്തുകൾ ഓതി പറയുന്നത് ആധുനിക പെണ്ണിന്റെ അടിസ്ഥാനം പറയാനാണ്. അപ്പോ മഹദിയായ മറിയമിനോട് ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, പെണ്ണെ പേടിക്കണ്ട. ഖാല ഇന്നമാ അന റസൂലു റബ്ബികി ലിയഹബലകി ഗുലാമൻ സകിയാ. ഓ മറിയമേ, ഭയപ്പെടേണ്ട മറിയമേ, ഖേദിക്കേണ്ട മറിയമേ, ഇന്നമാ അന റസൂലു റബ്ബികി, എന്റെ അല്ലാഹു പറഞ്ഞു വിട്ടൊരു ദൂതനായ ജിബ്രീലാണ് ഞാൻ. എന്തിനാണ് ജിബ്രീലായ ഞാൻ നിന്റെ കുളിപ്പറയുടെ മുമ്പിൽ വന്നതെന്നറിയോ? ലിയഹബലകി ഗുലാമൻ സകിയാ, നിനക്ക് ഞാനൊരു കുഞ്ഞിനെ തരാൻ വന്നതാണ് മറിയമേ. ഇവിടെ നമ്മുടെ ചരിത്രം ഞാൻ സ്റ്റോപ്പിടുകയാണ്, വിശദീകരിക്കുന്നില്ല. എന്നെ കേൾക്കാനെത്തിയ പ്രിയപ്പെട്ട സഹോദരിമാരോട്, ആരാര് കടന്നു വരാത്ത വിദൂരമായ മനുഷ്യവാസത്തിന്റെ സാധ്യത പോലുമില്ലാത്ത മരുഭൂമിയിൽ കുളിക്കാൻ പോകുമ്പോ ആ കുളിക്കാൻ പോയ വിജന സ്ഥലത്ത് വെച്ചൊരു ചെറുപ്പക്കാരൻ മലക്ക് വന്നിട്ട് ചെറുപ്പക്കാരൻ രൂപത്തിൽ, അല്ലാഹു നിനക്കൊരു കുഞ്ഞിനെ തരാൻ തീരുമാനിച്ചിട്ടുണ്ടെന്ന് പറയവേ, വിവാഹം കഴിച്ചിട്ടില്ലാത്ത, വിവാഹത്തിന്റെ പ്രായമെത്തിയിട്ടും വിവാഹം കഴിച്ചിട്ടില്ല,
അവിടുത്തെ ബൈത്തുൽ മുഖദ്ദസിന്റെ മറുഭാഗത്തുള്ളൊരു റൂമിലിരുന്നിട്ട് അള്ളാഹുവിന് വേണ്ടി സദാ ഇബാദത്ത് ചെയ്യുന്ന മറിയമെന്ന പെൺകുട്ടി പറഞ്ഞൊരു മറുപടി ഖുർആൻ രേഖപ്പെടുത്തുന്നുണ്ട്. എന്തിനാ ഖുർആൻ ചരിത്രം പറയുന്നത്? രസിക്കാനല്ല, അത് ചിരിക്കാനല്ല. ഇന്ന ഫീ ദാലിക ലഖദ് കാന ഫീ ഖസസിഹിം ഇബ്റത്തുൻ ലിഉലിൽ അൽബാബ്. ചിന്തിക്കുന്നവർക്ക് ഗുണപാഠത്തിന് വേണ്ടിയാണ് അല്ലാഹു ചരിത്രം പറഞ്ഞു തരിക. ചിന്തിക്കുന്നവർക്ക് ഗുണപാഠം ഉൾക്കൊള്ളാൻ, ചിന്തിച്ച് ചിന്തിച്ച് തന്റെ ജീവിതത്തെ അതുവഴിയിലൂടെ നടത്തിക്കൊണ്ടുപോകാൻ, അറിയാതെ തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, അറിയാതെ കാലിടറി വീണിട്ടുണ്ടെങ്കിൽ, എവിടെയോ തന്റെ ജീവിതത്തിന് ചെതലരിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിനെ പേടിയുണ്ടോ? നരകത്തെ പേടിയുണ്ടോ? ഹിസാബിനെ പേടിയുണ്ടോ? മാറ്റം വരുത്താനാണ് പടച്ചറപ്പ് ഖുർആൻ വന്നത്. മാറ്റം വരുത്താനാണ് പ്രവാചകന്മാർ വന്നത്. മാറ്റം വരുത്താനാണ് നരകത്തെ കുറിച്ച് മുന്നറിയിപ്പ് നൽകിയത്. മാറ്റം വരുത്താനാണ് ചരിത്രത്തിന്റെ ഇന്നലകളെ ഖുർആനിന്റെ മുമ്പില് വള്ളിപുള്ളി വ്യത്യാസമില്ലാതെ പറഞ്ഞു തന്നത്. ആ മറിയം പറഞ്ഞ മറുപടി എന്തെന്നറിയോ? ഞാൻ വെല്ലുവിളിക്കുകയാ, ഈ ഒരു യോഗ്യത ഞങ്ങൾക്കുണ്ടെന്ന് പറയാൻ കണ്ടന്തറയിൽ തടിച്ചുകൂടിയ 10,000-കണക്കിന് പെൺകുട്ടികള് കൈവത്തട്ടെ എന്ന് പറഞ്ഞാൽ അങ്കുലി പരിമിതമായ വിരലിലെണ്ണാൻ കഴിയുന്ന പെൺകുട്ടികൾക്കല്ലാതെ കഴിയോ? ഇതാണ് ആധുനിക സ്ത്രീ. ഞാനെന്ന് ചോദിച്ചാൽ ആ മറിയം പറഞ്ഞതുപോലെ എനിക്കും പറയാൻ കഴിയും. വാക്കവേ എന്താ മറിയം പറഞ്ഞതെന്താ? കാലത്ത് അന്നായകൂനുലേ ഗുലാം, കാലത്ത് അന്നായകൂനുലേ ഗുലാം. നിങ്ങൾ എന്താ പറയാ? എനിക്കൊരു കുഞ്ഞുണ്ടാവാനോ? വിവാഹം കഴിയാത്ത എനിക്ക് കുഞ്ഞുണ്ടാവാനോ? മറിയമെന്ന് പറയുന്ന ആ ചെറുപ്പക്കാരി പറഞ്ഞ മറുപടി മലക്കായ ജിബ്രീലിനോട് നിങ്ങൾ എന്താ പറയുന്നത്? എനിക്കൊരു കുഞ്ഞുണ്ടാവാനോ? വലം യംസസ്നി ബശർ, വലം യംസസ്നി ബശർ, വലം യംസസ്നി ബശർ. ഈ കാലഘട്ടം വരെ ഒരു അന്യപുരുഷൻ എന്റെ ശരീരത്തെ സ്പർശിച്ചിട്ടില്ല. മറിയം പറഞ്ഞത് കിടപ്പുറം പങ്കിട്ടിട്ടില്ല എന്നല്ല, ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടില്ല എന്നല്ല, അന്യപുരുഷനുമായി ഒറ്റക്കിരുന്നിട്ടില്ലെന്നല്ല. ഖുർആൻ പറഞ്ഞതെന്താ? വലം യംസസ്നി ബശറുൻ. ഇതേവരെ ഒരു അന്യപുരുഷന്റെ കരസ്പർശനം എന്റെ ശരീരത്തിൽ തൊട്ടിട്ടില്ല. പറയാൻ കഴിയോ 17-കാര്? പറയാൻ കഴിയോ 18-കാര്? പറയാൻ കഴിയോ +2-കാര്? ഇതേവരെ ഒരു പരപുരുഷന്റെ വിരൽ പുച്ഛം പോലും എന്റെ ശരീരത്തിൽ തൊട്ടിട്ടില്ല. ഞാൻ പരിശുദ്ധയോ. ഇതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത് ഇന്നല്ലാഹ അസ്തഫാകി വതഹറകി. അല്ലാഹു നിന്നെ പരിശുദ്ധയാക്കി മറിയമേ. മറിയം പരിശുദ്ധയാണ്. ഇവിടെ തടിച്ചുകൂടിയവർ എഞ്ചിനീയറിംഗിന് പഠിക്കുന്ന, MBBS പഠിക്കുന്ന, +2 പഠിക്കുന്ന, പ്രായബുദ്ധിയായ വേണ്ട കല്യാണം കഴിഞ്ഞ പെണ്ണുങ്ങളുണ്ട്. എന്റെ ഭർത്താവല്ലാതെ അനുവദനീയമായി ഖുർആൻ ആരെയൊക്കെ പറഞ്ഞിട്ടുണ്ടോ? അവരല്ലാതെ അനുവദനീയമല്ലാത്ത എന്റെ ശരീരത്തിന്റെ മുഖം കാണാൻ അനുവാദമില്ലാത്ത, എന്റെ ശരീരത്തിന്റെ മുൻകൈ കാണാൻ അനുവാദമില്ലാത്ത, എന്റെ ശരീരത്തിന്റെ സൗന്ദര്യം കാണാൻ അനുവാദമില്ലാത്ത ഒരു പുരുഷന്റെ വിരൽ പുച്ഛം എന്റെ ശരീരത്തിന് തൊട്ടിട്ടില്ല എന്ന് പറയാൻ കഴിയുന്നവരെന്ന് കൈവക്കട്ടെ എന്ന് പറഞ്ഞാൽ ആധുനിക ലോകത്തിന്റെ പെണ്ണിനോട് ഞാൻ ചോദിക്കുകയാ. സെൽഫി കെട്ടിപ്പിടിച്ച് സെൽഫി എടുക്കുന്ന, വിവാഹവേളയിൽ ഇടകലന്നിട്ട് നടന്നു പോകുന്ന, കല്യാണ വീട്ടിൽ ആൺപെൺ വ്യത്യാസമില്ലാതെ, ലിംഗവ്യത്യാസമില്ലാതെ, ലിംഗസമത്വം പാടില്ല എന്ന് പറഞ്ഞ മൂലിയാക്കന്മാരെ മൂരാച്ചികളാക്കി 3 മൂലയിലേക്ക് വലിച്ചെറിഞ്ഞ ആധുനിക സമൂഹത്തോട് ഞാൻ ഉറക്കെ ചോദിക്കട്ടെ, ആർക്കെങ്കിലും പറയാൻ കഴിയോ? വലം യംസസ്നി ബശർ. ഒരു അന്യപുരുഷനെ ഇതേവരെ തൊട്ടിട്ടില്ല.